ഏതായാലും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പറയണ്ട. നമ്മളേതായാലും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പറയണ്ട. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ അതിഥിയോട് അത് പറയണ്ട എന്നൊക്കെ കൽപ്പിക്കുന്നത് കൽപ്പിക്കലാണോ? അതൊരു വാർത്താക്കുറിപ്പ്, കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് എന്ന രീതിയിൽ കൊടുത്ത മാധ്യമങ്ങളെ സ്വാഭാവികമായി നിങ്ങൾക്ക് വിമർശിക്കാം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ കത്ത്, അങ്ങനെയാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ കത്ത്, ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിനെ കുറിച്ചുള്ള വിവരം ഇന്ന് പുറത്തു വന്നല്ലോ. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ഏജൻസിയും പുറത്തിറക്കിയതല്ല. ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഇത് പറയാൻ സമയം പാഴാക്കുമ്പോൾ അത് കൊടുത്ത മാധ്യമങ്ങളെ താങ്കൾക്ക് വിമർശിക്കാം. സമയങ്ങളെ താങ്കൾ പറഞ്ഞോളൂ. ആശാസമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞോളൂ. എന്തിനാ താങ്കളുടെ ഔദാര്യം? നേരത്തെ പറയുന്നു പറയണ്ടെന്ന്, ഇപ്പൊ പറഞ്ഞോളൂ. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിന് നിങ്ങളുടെ കൽപ്പനയ്ക്കും വേണ്ടി വന്നിരിക്കുന്നതല്ലോ. ഇങ്ങനെയൊന്നും പെരുമാറരുത് സ്മൃതി. ഒരു ചർച്ച നടത്തുമ്പോൾ അത് ജനാധിപത്യപരമാകണം. നിങ്ങൾ CPM-നെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരാളല്ലേ സ്മൃതി? എന്നിട്ട് സ്മൃതിക്ക് എന്തേ താങ്കൾ നയിക്കുന്ന ചർച്ചയിൽ അങ്ങനെ CPM പ്രതിനിധികളോട് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല? നിങ്ങളിവിടെ ആദ്യം പറഞ്ഞു ആശാസമരത്തെ കുറിച്ച് നിങ്ങൾ പറയണ്ട, ഈ കത്തിനെ കുറിച്ച് പറയണ്ട. ഇപ്പൊ പറയുന്നു പറഞ്ഞോളൂ എന്ന്. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനും നിങ്ങളുടെ കൽപ്പനയ്ക്കും അനുസരിച്ച് സംസാരിക്കാനല്ല CPM നിയോഗിച്ചിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സാമാന്യ മര്യാദ അക്കാര്യത്തെ എല്ലാം പുലർത്തണം.